സ്ത്രീ സുരക്ഷ ഉറപ്പു നൽകുന്ന ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന സ്ഥാനാർത്ഥികൾക്കാണ് വോട്ട് ചെയ്യുകയെന്ന തൊടുപുഴ മണ്ഡലത്തിലെ വനിതാ വോട്ടർമാർ പറയുന്നു. മണ്ഡലം ചുറ്റും മഹിളകളിൽ സ്മിത ഹരിദാസും ക്രിസ്റ്റീന ചെറിയാനും തയ്യാറാക്കിയ റിപ്പോർട്ട്. തൊടുപുഴ മണ്ഡലത്തിലെ പുറപ്പുഴയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ ഞങ്ങളുടെ പുറകിൽ കണ്ടോ നിറയെ സ്ത്രീകളാണ്. സ്ത്രീ വോട്ടർമാരെന്ന് പറഞ്ഞാൽ നിസ്സാരക്കാരൊന്നുമല്ല. അവർ തീരുമാനിക്കും ആര് ഭരിക്കണം, ആര് വാഴണം, ആര് വീഴണം എന്നുള്ളത്. അല്ലേ ക്രിസ്റ്റീന? അതെ, നമ്മുടെ 24 കാണുന്ന ദീപ ചേച്ചിയുണ്ട്. ദീപ ചേച്ചി പറഞ്ഞു എന്നും ടി വി കാണാറുണ്ട്. എല്ലാരും കാണും. പാർട്ടിയെ പറ്റിയൊന്നും എനിക്കറിയത്തില്ല. പാർട്ടിയെ പറ്റിയൊന്നും എനിക്കറിയില്ല. എന്നാലും എൻ്റെ ഓർമ്മയിൽ ജോസഫ് സാറ് തൊടുപുഴ മണ്ഡലത്തിൽ ഒരു അംഗമായിട്ട് ഞങ്ങൾ കണക്ക് കൂട്ടിയിരിക്കുന്നത്. എൻ്റെ ഓർമ്മ മുതൽ ഈ പ്രാവശ്യം മോൻ അത് ഏറ്റെടുത്തു. ചേച്ചി ഭയങ്കര വൈകാരികമായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഈ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരുടെ കാര്യത്തിൽ എപ്പോഴും അങ്ങനെ തന്നെയാണ്. നിങ്ങളൊക്കെ എന്താ പറയാനുള്ളത്? നമ്മുടെ കാര്യങ്ങൾ നടത്തി തരുന്നവർക്ക് നമ്മൾ വോട്ട് കൊടുക്കണം, വിജയിപ്പിക്കണം. സ്ത്രീ സുരക്ഷയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾ കാണുന്നത്. എവിടെ ഇറങ്ങിയാലും നമ്മൾ പൊതുസമൂഹത്ത് ഇറങ്ങുമ്പോൾ സമൂഹത്തിൽ നമുക്ക് സ്ത്രീകൾക്ക് പൊതുവായിട്ട് എവിടെയും സ്വാതന്ത്ര്യത്തോടെ നടക്കാനുള്ള ഒരു വ്യക്തി സ്വാതന്ത്ര്യം വേണം നമുക്ക്. അടിപൊളിയല്ലേ? അതെ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങി നമ്മൾ എവിടെ പോയാലും അത് വേണം. സ്ത്രീ ശാക്തീകരണം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു വലിയ ഘടകമാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും നടത്തി തരുന്ന ഒരാളാണെങ്കിൽ നമുക്ക് പുള്ളി വോട്ട് ചെയ്യാൻ. നമ്മുടെ ചേച്ചി പറയായിരുന്നു ജോസഫ് സാറിന്റെ വീടിന്റെ തൊട്ടടുത്താണ്. അപ്പോ എല്ലാ കാര്യങ്ങളിലും ജോസഫ് സാർ കൂടെ നിൽക്കുന്നത്. അതൊന്ന് പറയോ? അതില് പേരും ജോസഫ് സാറിന്റെ അയൽവക്കക്കാര് തന്നെയാണ്. അപ്പൊ ഞങ്ങൾ ഒരാവശ്യം വിളിച്ചാലും ഞങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ മരിച്ച ദിവസം സാറും ശാന്ത ചേച്ചിയും ഒക്കെ വരുന്നവരാണ്. അപ്പൊ സാറിന്റെ മക്കളുടെ കല്യാണവും ഞങ്ങളെല്ലാം വിളിച്ച് അങ്ങനെ കൂടുന്ന ആൾക്കാരാണ്. അതെ അല്ലേ? എന്തെങ്കിലും ആവശ്യങ്ങൾ നടന്നാലും സാറ് മുമ്പേ ഉണ്ട്. ഇത് നമ്മൾ കണ്ടൊരു കാര്യം. വേറെ ഒരാളെ കുറിച്ച് ചിന്തിക്കാൻ ജോസഫ് സാർ ഇവർക്ക് സ്പേസ് കൊടുത്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അത് മാത്രമല്ല ക്രിസ്റ്റീന, സ്ത്രീകള് രാഷ്ട്രീയമാണ് പറയുന്നതെങ്കിലും സ്ഥാനാർത്ഥികളെ കുറിച്ച് പറയുമ്പോഴും അവരുടെ ഹൃദയത്തോട് അടുത്ത് നിൽക്കുന്നത് പോലെ അവർ കുറച്ച് വൈകാരികമായിട്ടാണ് ഇതിനോടൊക്കെ പ്രതികരിക്കുന്നത്. ഇലക്ഷൻ കഴിഞ്ഞാലും ആള് ജയിച്ചു വന്നാലും ബാക്കി കാര്യങ്ങളും ഞങ്ങളൊരാവശ്യത്തിന് ചെന്നാൽ ചെയ്തു തരുന്നത് ഇതുപോലെ തന്നെ ആയിരിക്കണം. ചുമ്മാ അല്ലേ, കണ്ടീഷൻ ഉണ്ട്. കോമ ഇട്ടിട്ട് പറഞ്ഞ ചിലര് ഇലക്ഷൻ കഴിഞ്ഞ ആ വഴി കാണാറ് പോലും ഇല്ല. ഇത് അയൽവക്കം ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഏത് നിമിഷം ഓടിച്ചെല്ലാന്നൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെ കൈ ഒഴിയില്ലെന്നുള്ളത്. അവരുടെ കാര്യങ്ങൾക്ക് എപ്പോഴും ഓടിയെത്താൻ ആളുണ്ടാകണം. അങ്ങനെയുള്ള സ്ഥാനാർത്ഥികൾക്ക് തീർച്ചയായിട്ടും അവരുടെ ഹൃദയത്തിൽ ഇടവുമുണ്ട്. അങ്ങനെയുള്ളവർക്ക് വോട്ട് ചെയ്യുക. അതെല്ലാ രാഷ്ട്രീയക്കാരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ അങ്ങനെ മണ്ഡലം ചുറ്റും മഹിളകൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.